ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. രേവതി പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു കോൺസ്റ്റബിൾ അവിടെ ആ ഒരു രജിസ്റ്റർ കൊണ്ടുവന്നു. അതായത് നമ്മുടെ വർഷയും ശ്രീകാന്തും വിവാഹം കഴിച്ച അമ്പലത്തിൽ നിന്നും ഒരു രജിസ്റ്റർ കിട്ടി. അവരുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ ഒപ്പിട്ടിരിക്കുന്നത്, സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് രേവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് എന്നറിഞ്ഞു. ഏതായാലും ആ രേവതി ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് രേവതി അവിടെ നിൽപ്പുണ്ടല്ലോ, അപ്പം രേവതിയാണെന്ന് പറയുന്നത്. അപ്പൊ രേവതി സമ്മതിച്ചൊന്നുമില്ല, രേവതിയോട് ചോദിച്ചൊന്നുമില്ല. എങ്കിലും ഇത് കേട്ടിട്ട് സച്ചി അങ്ങോട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചി പെട്ടെന്ന് പറയാണ്, അതെ അത് ഇവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് ഇവളല്ല ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞു? ആ കുട്ടി പറയട്ടെ, ആ കുട്ടിയല്ല ഒപ്പിട്ടേക്കുന്നതെന്ന്. ഇത് രേവതി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒപ്പാണ് ഇവിടെ കിടക്കണത്. അത് നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾക്ക് ഈ ഒപ്പ് നോക്കുമ്പോൾ അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ ഭാര്യയുടെ ഒപ്പാണോ വേറെ ആരുടെങ്കിലും ഒപ്പാണോ എന്ന് ഈ ഒപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കുമോ എന്ന് ചോദിച്ചു. ഏതായാലും നമ്മുടെ സച്ചിക്ക് സച്ചിയുടെ കണ്ണുകളെ വിശ്വസിക്കാനോ കാതുകളെ വിശ്വസിക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം രേവതി ഒരിക്കലും ഈ ഒരു ചതി ചെയ്യുമെന്ന് സച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് കേട്ടതും രവീന്ദ്രനൊക്കെ വല്ലാണ്ടങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, എടി നീ എന്താടി കാണിച്ചത്? അപ്പൊ നീ ആണോടി ഇതിന്റെ പിന്നില്? അതിനല്ലേ നീ ഒരുങ്ങിക്കെട്ടി രാവിലെ ശ്രീകാന്തിന്റെ കൂടെ പോയത്? കണ്ടില്ലേടി ആ മനുഷ്യൻ നിൽക്കുന്നത്? നിന്നെ എത്രമാത്രം ആ മനുഷ്യൻ സ്നേഹിച്ചതാ, എന്നെക്കാൾ കൂടുതൽ നിന്നെ വിശ്വസിച്ചതാ. എന്നിട്ട് നീ തന്നെ ഇതെല്ലാം ചെയ്തില്ലേടി ദുഷ്ടേ? നീ എന്റെ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് സമാധാനക്കേട് തുടങ്ങിയതാ. ഇപ്പത്തെ നീ കാരണം എന്റെ ഭർത്താവ് ജയിലിനകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്താടി നീ ചെയ്തു വെച്ചിരിക്കുന്നത്? എടി നീ ഞങ്ങളുടെ കുടുംബം മുട്ടിക്കാനായിട്ടാണോ നീ ജന്മം എടുത്തതെന്നൊക്കെ അങ്ങ് പറഞ്ഞു തുടങ്ങി കേട്ടോ. രേവതി കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ ദേവു പറഞ്ഞു, അത് പിന്നെ ചേച്ചിനെ ആരും കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പെട്ടെന്ന് ദേവിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കാരണം അവിടെ ദേവു എന്തെങ്കിലും ചെയ്തു, ദേവു ഇതിന്റെ കൂടെ കൂട്ടു നിന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാകും ചിലപ്പം. അതുകൊണ്ടാണ് നമ്മുടെ രേവതി പറയുന്നത് ദേവുവിനോട് നീ മിണ്ടാതിരിക്കാന്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പതിയെ രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ ഈ കേട്ടത് സത്യമാണോ? അതെനിക്ക് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണ രേവതി. നീയാണോ ഈ ചതി ചെയ്തത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി ഒന്നും മിണ്ടാതെ നിന്നപ്പോ തന്നെ സച്ചിക്ക് കാര്യം പിടികിട്ടി. എന്നിട്ട് സച്ചി ചോദിച്ചു, എന്റെ അച്ഛനെയും എന്റെ അനിയനെയും ഒക്കെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേടി ഞാൻ പോയത്? നീ അവിടെ ഉണ്ടെന്നൊരു വിശ്വാസത്തോടു കൂടിയല്ലേടി ഞാൻ പോയത്? അപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞു, ശ്രീകാന്തിന്റെ മനസ്സ് നീ പറഞ്ഞു മാറ്റണം, നീ പറഞ്ഞാൽ അവന്റെ മനസ്സ് മാറുമെന്ന്. അത് നീ മനസ്സിലിട്ടിരുന്നില്ലേടി? അതുമല്ല, എന്റെ അച്ഛനെ നീ നോക്കിക്കോളാം, എന്റെ അച്ഛന് ഒരാപത്തും സംഭവിക്കാതെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേടി ഞാൻ പോയത്. എന്നിട്ട് എടി നീ എന്താടി കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് കരണക്കുറ്റി നോക്കി ഒരു അടിയായിരുന്നു കേട്ടോ. നമ്മുടെ രേവതി ഇങ്ങനെ അങ്ങ് ആയിപ്പോയി. കൈ അങ്ങ് കവളിലല്ല രേവതിയുടെ വേദനിച്ചത്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ആ വേദന പുറമെ ശരീരത്തെ ഒന്നും വരില്ല, മനസ്സിലാണ് വേദനിച്ചത്. അങ്ങനെ നമ്മുടെ രേവതി, സച്ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് സച്ചേട്ടാ, ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞപ്പോ, മിണ്ടിപ്പോകരുത്, നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഞാനൊരു കാര്യം പറഞ്ഞേക്ക, എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇപ്പൊ നിന്നെ എടുത്തു കളഞ്ഞു. അതുപോലെ എന്റെ കൺമുമ്പിൽ നിന്ന് നീ മാറിപ്പോക്കോ. ഇനി ഒരു സെക്കൻഡ് പോലും നീ എന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പോലീസുകാർ ഇങ്ങ് വന്നിട്ട്, നിങ്ങൾ എന്ത് വൃത്തികേടാ നിങ്ങൾ ഇവിടെ ഈ കിടന്ന് കാണിക്കുന്നത്? പോലീസ് സ്റ്റേഷനാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ തല്ലാനോ എന്തിനേലും ഒക്കെ ആണെങ്കിലേ അത് നിയമം ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. കാരണം പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നത് അതൊരു വലിയ ശിക്ഷ തന്നെയാ, ഒരു വലിയൊരു നിയമത്തിന് എതിര് തന്നെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോടെന്ന് സച്ചിയോട് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ രേവതിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല. രേവതിക്ക് പിന്നെ അവിടെ വോയിസ് ഇല്ല സംസാരിക്കാനുള്ള. സച്ചിയാണെങ്കിൽ വീണ്ടും രവീന്ദ്രന്റെ അടുത്ത് പോയിട്ട് നിന്ന്, അച്ഛ എങ്കിലും അച്ഛൻ സ്നേഹിച്ചവള് തന്നെ അച്ഛനോട് ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞതല്ലേ അച്ഛ, എന്തിനാ അച്ഛ? അച്ഛനല്ലേ അച്ഛൻ ഈ വിവാഹം നടത്തി തന്നതൊക്കെ. എന്നിട്ട് കണ്ടില്ലേ ഇപ്പൊ അവള് തന്നെ അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ രവീന്ദ്രന്റെ അടുത്ത് പോയി കിടന്ന് കാറാനും കരയാനും ഒക്കെ തുടങ്ങി. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ രേവതിയുടെ മുമ്പിൽ വന്നിട്ട്, ഇറങ്ങിപ്പോടി, ഇനി ശകല നേരം പോലും നീ ഇവിടെ നിൽക്കേണ്ട, നിന്റെ കെട്ടിയവനല്ലേ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആട്ടി ഓടിച്ച ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ആട്ടി ഓടിച്ചാണ് നമ്മുടെ രേവതിനെ
തള്ളിയൊക്കെ വിടുന്നുണ്ട് കേട്ടോ. സച്ചി ഒരൊറ്റ തള്ളുന്നുണ്ട് പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക്. അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടിയും ഒരു മനസ്സമാധാനവും ഇല്ലാതെയും നമ്മുടെ രേവതി ആ ഒരു പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ നിൽക്കുക. ദേവുവിനോട് ചോദിക്കുക, നിനക്കിപ്പം മതിയായോ? നീ കാരണമല്ലേ ഇതൊക്കെ ഞാനിപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് പിന്നെ ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി, ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്ത് ചെയ്യാനാ? നിനക്ക് ചിന്തിക്കായിരുന്നല്ലോ. അവരങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നിനക്ക് എന്നെ വിളിച്ച് അറിയിക്കായിരുന്നല്ലോ. എന്നിട്ട് നീ എന്നെ വിളിച്ച് അറിയിച്ചോ? ഇല്ലല്ലോ. അവിടെ ഒപ്പ് വെക്കേണ്ടി വന്നു എനിക്ക്. എല്ലാവരുടെയും മുമ്പിൽ ഇപ്പം ഞാൻ നാണം കെട്ടില്ലേ? അതൊന്നുമല്ല, അദ്ദേഹം കണ്ടില്ലേ അകത്ത് കിടക്കുന്നത്? ആ ലോക്കപ്പിൽ കിടക്കുന്ന ആ മനുഷ്യൻ നമ്മുടെയൊക്കെ ദൈവം അല്ലേടി, നമ്മുടെയൊക്കെ ദൈവം. അച്ഛൻ മരിച്ചപ്പം അദ്ദേഹം അല്ലായിരുന്നോ നമുക്കുണ്ടായിരുന്നുള്ളൂ? വേറെ ആരെങ്കിലും നമുക്കുണ്ടായിരുന്നോ എന്നും പറഞ്ഞ് എണ്ണിപ്പിറക്കി രേവതി കരയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ സച്ചി അവിടെ പോലീസ് സാറിനോട് പറയുന്നുണ്ട്, പ്ലീസ് സാർ എൻ്റെ അച്ഛനെ ഒന്ന് ഇറക്കി വിട് സാർ, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറയുമ്പോൾ, എപ്പം നിങ്ങളുടെ അനിയൻ ഇവിടെ വരുന്നോ, ശ്രീകാന്ത് എന്ന് പറയുന്ന അവൻ ഇവിടെ വരുന്നോ, അപ്പം നിങ്ങളുടെ അച്ഛനെ വെളിയിൽ വിട്ടേക്കാം. ഇല്ലെങ്കിൽ ഇത് നാളെ കോർട്ടിലേക്ക് പോകേണ്ട വിഷയമാണ്. ഇത് നാളെ നേരെ കോടതിയിലേക്ക് തന്നെ പോകും. പിന്നെ ലോക്കപ്പിലല്ല, പിന്നെ ഈ ജയിലിലായിരിക്കും ഈ പുള്ളിക്കാരനെ കൊണ്ടുപോയി അടയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛനും വർഷയുടെ അമ്മയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം പോലീസുകാർ പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വീട്ടിൽ പോക്കോ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ കോടതിയിലേക്ക് പോകുന്ന കേസാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളെ വിളിച്ചേക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ആ ചെറുക്കനും പെണ്ണും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളെ വിളിച്ച് അറിയിച്ചോളാം എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആര്? മധുസൂദനൻ ചെന്നിട്ട് പറയാ, എടാ നീ എന്താടാ പറഞ്ഞത്? നിന്റെ മക്കള് നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ മക്കളെ നീ വിശ്വസിക്കുന്നു, ഒരിക്കലും നിന്റെ മക്കള് വഴിതെറ്റി പോവില്ല എന്നൊക്കെ. എന്നിട്ട് എന്താടാ നിന്റെ മകൻ ചെയ്തത്? നിന്റെ മകൻ ചെയ്തത് എന്താ? ഇതാണോടാ നീ നേർവഴിയിൽ നടത്തിയ നിന്റെ മക്കള്? ഥൂ എന്നും പറഞ്ഞൊരു തുപ്പും തുപ്പിയിട്ടാണ് മധുസൂദൻ ഇറങ്ങിപ്പോകുന്നത്. സത്യത്തിൽ ആ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ആ നിപ്പിൽ അങ്ങ് താന്നു പോയാൽ മതി എന്ന് നമ്മുടെ രവീന്ദ്രൻ ചിന്തിക്കുക. കാരണം മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും അതുപോലെ തന്നെ മക്കളെ ഒരു തെറ്റിലൂടെ സഞ്ചരിക്കത്തില്ല എന്നും, അത് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീകാന്ത് ഒരു തെറ്റ് ചെയ്യില്ല എന്നും വിശ്വസിച്ചിരുന്ന നമ്മുടെ രവീന്ദ്രൻ ആ ഒരു സമയത്ത് അമ്പാടെ വീണു പോവുകയാണ് കേട്ടോ. രവീന്ദ്രൻ അവിടെ നിന്ന് നേരെ അങ്ങ് ഇരിക്കുകയാണ് ജയിലിലേക്ക്. വീണ്ടും സച്ചി ഇത് കണ്ടിട്ട് സച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സച്ചി ഓടി വന്നിട്ട്, അച്ഛൻ കരയില്ല അച്ഛ എന്താ അച്ഛൻ കരയുന്നത്? ദേ ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ ആ ഒരു സമനില തെറ്റുന്ന പോലെയൊക്കെ തോന്നി പോവുകയാണ് കേട്ടോ. രേവതി ആണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ വെളിയിലിരുന്ന് കരച്ചില്. ഇതേ സമയമാണ് നമ്മുടെ വർഷേനെയും അതുപോലെ ശ്രീകാന്തിനെയും കാണിക്കുന്നത്. അപ്പൊ വർഷയും ശ്രീകാന്തും പുതിയൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം വർഷയുടെ കൂട്ടുകാരിയാണ് ഒരു വീട് ഏർപ്പാടാക്കി കൊടുക്കുന്നത്. അങ്ങനെ വർഷയുടെ കൂട്ടുകാരി ഇവരെ സ്വീകരിച്ച് വീട്ടകത്ത് ഇരുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതൊരു വാടക വീടാണ്, സത്യത്തിൽ ഈ വീട്ടിന്റെ ഉടമസ്ഥർ നമുക്കിപ്പോൾ ഇവിടെ ഇല്ല, അവര് ഗൾഫിലോ ഒക്കെ എങ്ങാണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന. അപ്പൊ പിന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല, സാരമില്ല, ഇപ്പം വാടക തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളിത് യൂസ് ചെയ്തോ വർഷ എന്ന് പറയുകയാണ്. അപ്പൊ വർഷ ചോദിക്കുന്നുണ്ട് കൂട്ടുകാരിയോട്, അല്ലടി എന്തെങ്കിലും പ്രശ്നമാകുമോ? അല്ല ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ ഏതായാലും നിന്നെ വിളിക്കും, കാരണം നീ എൻ്റെ കൂട്ടുകാരിയാണെന്ന് അറിയാം, അപ്പം നീ ഞങ്ങൾ ഒറ്റ കൊടുക്കുമോ? ഒറ്റ കൊടുക്കാനാണെങ്കിൽ ഈ വീട് എടുത്ത് തരേണ്ട കാര്യം ഉണ്ടായിരുന്ന വർഷ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ആ കൂട്ടുകാരി അവിടെ നിന്ന് പോകുന്നു. പിന്നെ നമ്മുടെ വർഷയുടെ ആ ഒരു ലോകമാണ്. അപ്പൊ വർഷയ്ക്ക് കല്യാണം കഴിഞ്ഞതിന്റെ ആ ഒരു സന്തോഷവും, അങ്ങനെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ ജീവിക്കാൻ തുടങ്ങുക. ശ്രീകാന്ത് ഇത് സ്വപ്നമാണോ എന്ന് എനിക്ക് അറിയില്ല ശ്രീകാന്തെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നടന്നു ശ്രീകാന്തെ, നീ എൻ്റെ സ്വന്തമായി ശ്രീകാന്തെ, നമ്മൾ രണ്ടുപേരും ഇപ്പം പ്രണയിക്കുന്നവരല്ല, ഇപ്പം ഭാര്യയും ഭർത്താവുമായി ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം. ശ്രീകാന്തിന്റെ മുഖത്താണെങ്കിലോ ഒരു സന്തോഷമില്ല. ശ്രീകാന്തിന് അപ്പോഴും അച്ഛന്റെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ കാര്യം. അപ്പൊ ശ്രീകാന്ത് പറയുക, വർഷ എനിക്കിപ്പോ സന്തോഷിക്കാനുള്ള മൂഡിലല്ലെന്ന് പറഞ്ഞപ്പം, എന്താ ശ്രീകാന്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. 2 or 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ മാറും, പിന്നെ നമ്മളെ തിരിച്ചു വിളിക്കും, നമ്മൾ അങ്ങോട്ട് പോകും, ഹാപ്പി ആകും. അതൊക്കെയല്ലേ നടക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരുടെയും കുടുംബത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്. നമ്മൾ രണ്ടും സ്നേഹിച്ചു, നമ്മൾ വിവാഹം കഴിച്ചു, അത് തെറ്റൊന്നും അല്ലല്ലോ, ഒരിക്കലും അത് തെറ്റാവുന്നില്ല. നമ്മൾ നിയമപരമായിട്ട് തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ അത് വലിയ തെറ്റാണോ? അതുകൊണ്ട് ശ്രീകാന്ത് നീ ഹാപ്പി ആയിട്ടിരിക്കുക. അതെ എനിക്ക് നല്ല വിശപ്പുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരുമോ? ഏതായാലും നേരത്തെ റെസ്റ്റോറൻറ്റിലല്ലായിരുന്നോ, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നീ എപ്പോഴും ഉണ്ടല്ലോ, അപ്പം പിന്നെ ഞാൻ എന്ത് ചോദിച്ചാലും നീ ഉണ്ടാക്കി തരുമല്ലോ എന്ന് പറയുമ്പം, അത് പിന്നെ എനിക്കിപ്പം മൂടില്ല, ബാ ഞാനും കൂടെ വരാം എന്നും പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മനസ്സോടുകൂടി ശ്രീകാന്ത് എന്തൊക്കെയോ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നു. അതേതായാലും നമ്മുടെ വർഷ കഴിക്കുന്നു, നല്ല ടേസ്റ്റൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാത്രി ആകുന്ന ആ ഒരു സമയത്ത്
നമ്മുടെ ശ്രീകാന്തിനെ വർഷേനെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു രാത്രി അവർ എന്താ പറയുക, ഫസ്റ്റ് നൈറ്റ് ആയിട്ടൊന്നും അല്ല, അവർക്ക് അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിലല്ല നമ്മുടെ ശ്രീകാന്ത്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് മാറി അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു. വർഷ കിടന്ന് ഉറങ്ങി കേട്ടോ, പോത്തിറങ്ങുന്ന പോലെ കിടന്ന് ഉറങ്ങുകയാണ് വർഷ. ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് വീണ്ടും രേവതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പം രേവതി എന്തെടുക്കുകയായിരിക്കും, ഏടത്തിക്ക് എന്തെങ്കിലും പ്രശ്നമായി കാണുമോ, എന്നെ കാണാഞ്ഞിട്ട് ഇനി ഏടത്തി എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണല്ലോ, തിരിച്ചു ചെന്നത് രേവതി തന്നെയാണല്ലോ. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നോ, ഏടത്തിനെ വീട്ടിലിട്ട് പൊരിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് പിന്നെ ഫോണൊന്ന് ഓണാക്കാം, വർഷേനെ അറിയിക്കാതെ ഫോണൊന്ന് ഓണാക്കിയിട്ടൊന്ന് നോക്കാം, ഒരു മെസ്സേജ് എങ്കിലും അയക്കാം എന്നോർത്ത് ഫോൺ ഓണാക്കി. ഫോണാക്കിയതും അവിടെ എന്താ സംഭവിച്ചത്, ഫോൺ ഓണാക്കിയ ഉടനെ ഒരു മെസ്സേജ് വരികയാണ്. നമ്മുടെ രേവതി അപ്പം തന്നെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീകാന്ത് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഇവിടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണ്, വർഷയുടെ വീട്ടുകാർ കേസ് കൊടുത്ത് അച്ഛനെ ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് എന്നാ ഒരു മെസ്സേജ് കണ്ടു. മെസ്സേജ് കണ്ടതും നമ്മുടെ ശ്രീകാന്തിന് പിന്നെ സമാധാനം കിട്ടുമോ? ശ്രീകാന്ത് അപ്പം തന്നെ നമ്മുടെ രേവതിനെ വിളിച്ചു. രേവതിനെ വിളിക്കുകയാണ്. അപ്പം രേവതിനെ വിളിക്കുന്നു. രേവതി അവിടെ അറിയാതെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങി ഇങ്ങനെ തൂങ്ങി വീഴാറായി. ആ ഒരു രാത്രിയാണല്ലോ, രാത്രി സമയത്തും അത് വെളിയിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ആ ഒരു ഇതും മനസ്സിലെ വിഷമവും ഒക്കെ കാരണം ഒന്ന് മയങ്ങി അങ്ങ് പോയി. ഇതേ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിലോ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രവീന്ദ്രന് ഫുഡ് കൊടുക്കുന്നു, കഴിക്കച്ചാന്നൊക്കെ പറഞ്ഞ് ഫുഡ് എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് കൊടുപ്പിക്കാൻ നോക്കുകയാണ്. അപ്പം ആദ്യമൊന്നും പോലീസുകാർ സമ്മതിച്ചില്ല. അപ്പം CI അവിടെ നിന്ന് കുറച്ച് സമയം മാറി നിന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി അവിടെ നിന്ന് കോൺസ്റ്റബിൾമാരോടൊക്കെ പറഞ്ഞു. അപ്പം മനസ്സാക്ഷിയുള്ളൊരു പോലീസുകാർ അതിനകത്ത് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ പിന്നെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി ഇന്ന് അച്ഛാന്നും പറഞ്ഞു വാരി കൊടുക്കുകയാണ്. അപ്പം അതിനിടെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര കരച്ചിലൊക്കെ, അപ്പോഴും ചന്ദ്ര കരയുക തന്നെയാണ്. അപ്പം ചന്ദ്ര പോലീസുകാരോട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഒരു ആരോഗ്യം ഇല്ലാത്ത മനുഷ്യനാ, അതുമല്ല ഫുഡ് കഴിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് പല അസുഖങ്ങളൊക്കെ വരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടാണ് പോലീസുകാർ സമ്മതിച്ചതും നമ്മുടെ സച്ചി വാരി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം വാരി കൊടുക്കാൻ ആദ്യം തന്നെ കഴിക്കാൻ നീട്ടിയപ്പം രവീന്ദ്രൻ അങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും വാരി കൊടുക്കാൻ വേണ്ടി വാരി തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോഴത്തേക്കും ഒരൊറ്റ തട്ട് തട്ടി. രവീന്ദ്രൻ ഒരൊറ്റ തട്ട് തട്ടിയിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, എന്താ അച്ഛ ഈ കാണിക്കുന്നത്, കുറച്ചെങ്കിലും ആഹാരം കഴിക്കച്ചാ, രാവിലെ മുതൽ അച്ഛൻ പട്ടിണിയല്ലേ അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും വേണ്ടാന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കുനിഞ്ഞിരുന്നു. നമ്മുടെ സച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സച്ചി ആ ഭക്ഷണമായിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ രേവതിയൊക്കെ അവിടെ നിപ്പുണ്ട് കേട്ടോ. രേവതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. രേവതി അവിടെ നിപ്പുണ്ടെന്ന് പോലും നോക്കുന്നില്ല. ആ ഭക്ഷണം മാറ്റി കളഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളമായിട്ട് രവീന്ദ്രന്റെ മുമ്പിൽ വന്നിട്ട്, ഈ വെള്ളം കുടിക്കും മോനെ, ഈ വെള്ളം കുടിച്ചിട്ട്, അല്ല മോനെ എന്നല്ല കേട്ടോ, സോറി, ഈ വെള്ളമെങ്കിലും കുടിക്കച്ചാ, അച്ഛൻ ഈ വെള്ളമെങ്കിലും കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല, എൻ്റെ സമാധാനത്തിലല്ലേ ഈ വെള്ളം കുടിക്കാൻ പറഞ്ഞ് ആ വെള്ളമൊക്കെ നമ്മുടെ രവീന്ദ്രൻ മേടിച്ച് കുടിക്കാൻ കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കുപ്പി തിരിച്ചു കൊടുക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് വിളിക്കുന്നത് കേട്ടോ രേവതിനെ. അങ്ങനെ രേവതി പെട്ടെന്ന് ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നല്ലോ, അവിടെ ഞാൻ പറഞ്ഞൊന്ന് നിർത്തിയായിരുന്നല്ലേ. അപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന രേവതി പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചതും എടുത്തു. ശ്രീകാന്താന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്തിട്ട്, എടാ ശ്രീകാന്തെ, എന്താടാ നീ കാണിച്ചത്, എന്ത് ചതിയാടാ നീ ചെയ്തത്, ദേ ഇവിടെ വലിയ പ്രശ്നമാണ്, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, എന്താ എടുത്തി, അച്ഛൻ എന്താ പറ്റിയത്? അത് പിന്നെ വേറൊന്നുമല്ല, അച്ഛനെ ലോക്കപ്പിലിട്ടിരിക്കുക, നിന്റെ വർഷയില്ലേ, വർഷയുടെ അച്ഛനും അമ്മയും കേസ് കൊടുത്തിട്ട് ഇപ്പൊ ലോക്കപ്പിലാ ഉള്ളത്, ഇവിടെ ആകെപ്പാടെ പ്രശ്നമാ. ദേ എന്നെ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ, ഞാൻ കൂട്ടുനിന്നും പറഞ്ഞ് എന്നെ ഇനി സച്ചേട്ടൻ പറയാത്തതൊന്നുമില്ല, നീ എവിടെയാണെങ്കിലും വന്നേ പറ്റൂ, നീ വരാതെ ഒരിക്കലും അച്ഛനെ അവർ വിടില്ലെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ശ്രീകാന്ത് സഹിക്കുവോ? ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തിട്ട് വർഷനെ വിളിച്ചു. വർഷ എണീക്കാൻ പറഞ്ഞു. വർഷ, എന്താ ശ്രീകാന്ത്, എനിക്ക് ഉറക്കം വരുന്നു ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോ, വർഷ നീ എണീക്ക്, നമുക്ക് ഇപ്പൊ വീട്ടിൽ പോകണം. നിന്റെ ഒരു കാര്യം, വീട് ഇപ്പൊ വീട്ടിൽ പോയി എങ്ങനെ ശരിയാവുന്നതാ? അതൊന്നും ശരിയാവില്ല. വർഷേ, എണീക്കാനാ പറഞ്ഞത്, എനിക്കിപ്പോ എന്റെ അച്ഛൻ്റെ അടുത്ത് പോകണം, അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, നിന്റെ അച്ഛനും അമ്മയും കൊണ്ട് കേസ് കൊടുത്തിരിക്കുക, നമ്മൾ ചെല്ലാതെ എന്റെ അച്ഛനെ അവര് റിലീസ് ചെയ്യില്ലെന്നാ പറഞ്ഞത്. ഇത് കേട്ടത് നമ്മുടെ വർഷയ്ക്കും പേടിയായിട്ടോ. വർഷയും ഇറങ്ങി, ശ്രീകാന്തും ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതി നേരെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, ശ്രീകാന്ത് വിളിച്ചു, ശ്രീകാന്ത് ഇപ്പം തന്നെ വരും, എൻ്റെ അച്ഛനെ തുറന്നു വിട് സാറേ, ശ്രീകാന്ത് ഇപ്പം വരും എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് സച്ചി വന്നിട്ട്, ശ്രീകാന്ത് വരുന്നോ? ആ ശ്രീകാന്ത് വരുന്നാ പറഞ്ഞത്, അവൻ വരുമ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയല്ലോ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്, അവനിപ്പോൾ വരും, അവൻ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയം കൊണ്ട് പോലീസുകാർ എന്ത് ചെയ്തു, അവരിപ്പം തന്നെ വരുമല്ലോ, ശ്രീകാന്ത് വരുമല്ലോ, വർഷയും വരുമല്ലോ. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനെ അമ്മേനെയും വിളിച്ചു. ഇപ്പൊ ഇതിനിടയിൽ വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ വീട് കാണിക്കുന്നുണ്ട്. അവരവിടെ ചെന്നിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വികാരങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്. ഒരൊറ്റ മോളേ ഉള്ളൂ,
പുന്നാരി ചോമനിച്ച് വളർത്തിയതാണ്. വിവാഹം ആലോചിച്ച് വിവാഹത്തിന്റെ ഇത്ര ദിവസം മുമ്പ് ചാടിപ്പോവുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല, അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. നേരെ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. ഈ ഒരു സമയത്താണ് ഇവരും വരുന്നത്. ശ്രീകാന്ത് വരുന്നതും നമ്മുടെ സച്ചി അങ്ങോട്ട് ചെല്ലുകയല്ലേ, കടിച്ച് കീറുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുലിയുടെ മുന്നിൽ മറ്റേ മാൻ വരുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. വലിച്ചു കീറുക മാനിനെ എന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സച്ചി ഉള്ളത്. പുലിയല്ല, അതുക്കും മേലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഏതായാലും ഇവിടം വരെ നമുക്ക് ഇന്ന് കാണിക്കുമെന്നറിയില്ല. കാണിക്കും എന്നോ നമുക്കൊരു പ്രതീക്ഷയില്ല ഇത്രയും വരെ എത്തുമെന്ന്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുക. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷവും ഇടുന്നതായിരിക്കും. എന്നും ഇടുന്നത് പോലെ 7:30 ആകുമ്പോഴായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ അതും കാണണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്നും കൊടുക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കയറി വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആട്ടോ പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്കൊരു പുതിയൊരു സംരംഭമൊക്കെ അതിൽ നിന്ന് തുടങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ID തുടങ്ങിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ.